രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% നികുതി ചുമത്തും. ഈ മാസം 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇറക്കുമതി നികുതി ഇന്ത്യയുടെ GDP-യിൽ 0.7% കുറവുണ്ടാക്കുമെന്ന് IMF-ന്റെ വിലയിരുത്തൽ. My fellow Americans, this is Liberation Day, waiting for a long time. April 2nd, 2025 will forever be remembered as the day American industry was reborn, the day America's destiny was reclaimed, and the day that we began to make America wealthy again. ഇങ്ങനെയായിരുന്നു തുടക്കം. വർഷങ്ങളായി സുഹൃത്തുക്കളും ശത്രുക്കളുമായ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ ചൂഷണം ചെയ്തു വളരുന്നു എന്ന ചിന്തയിലൂന്നിയായിരുന്നു ഓരോ പ്രഖ്യാപനവും. എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ 10% അടിസ്ഥാന ഇറക്കുമതി തീരുവയിൽ തുടങ്ങി വിയറ്റ്നാമിനുള്ള 46% വരെയുള്ള നികുതി പട്ടികയാണ് പുറത്തിറക്കിയത്. കാര്യകാരണസഹിതമാണ് ഓരോ രാജ്യത്തിനും ചുമത്തുന്ന നികുതിയെ ട്രംപ് ന്യായീകരിച്ചത്. India, very, very tough, very, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but you're not treating us right. They charge us 52%. You have to understand, we charge them almost nothing for years and years and decades. And ചൈനയ്ക്ക് 34%, ഇന്ത്യക്ക് 26%, യൂറോപ്യൻ യൂണിയന് 10%, ജപ്പാന് 24%, ദക്ഷിണ കൊറിയയ്ക്ക് 25%, ബ്രിട്ടന് 10%, തായ്ലൻഡിന് 36%, സ്വിറ്റ്സർലൻഡിന് 31%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30% എന്നിങ്ങനെ പോകുന്നു പ്രത്യേക നികുതി പട്ടിക. ചെമ്പ്, സ്വർണം, വെള്ളി എന്നിവയെ പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി നികുതിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അതിനുള്ള വഴിയും ട്രംപ് തന്നെ പറഞ്ഞു തരുന്നു. അമേരിക്കയിൽ ഉൽപാദനം നടത്തിയാൽ വിദേശ കമ്പനികൾക്ക് 10 പൈസ നികുതി നൽകാതെ ചരക്ക് വിൽക്കാമെന്നാണ് ട്രംപിന്റെ പകരച്ചുങ്ക ചട്ടം പറയുന്നത്. പുതിയ നയം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ ആഗോള വ്യാപാരത്തിൽ $600 കോടി നഷ്ടം വരുമെന്ന് മറുവിഭാഗവും പറയുന്നു. ബിസിനസ് ഡെസ്ക് 24.